നമസ്കാരം. മുരാരി ബാബുവിനെ ഇനി മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രണ്ടാമത്തെ പ്രതിയാണ് ഈ മുരാരി ബാബു. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇയാളുടെ പൂർവ്വചരിത്രവും ഔദ്യോഗിക പദവികളിലേക്കുള്ള അത്ഭുതകരമായ ഇയാളുടെ വളർച്ചയും ഒപ്പം സാമ്പത്തിക വളർച്ചയും. ഇയാൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിലാണ് ഇപ്പോൾ പ്രതിയായിരിക്കുന്നത് എങ്കിലും ഇയാൾ ജോലി ചെയ്തിരുന്ന പല ദേവസ്വം സ്ഥാപനങ്ങൾ, അതായത് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ നടന്ന ക്രമക്കേടുകൾ ഇയാളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറെ സഹായകരമായി മാറി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ മുരാരി ബാബു ആരാണ് എന്ന് നോക്കാം. ചങ്ങനാശ്ശേരി പെരുന്നയിലെ ഒരു വളരെ സാധാരണ വീട്ടിൽ ജനിച്ച മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ഗാർഡായിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത്. ഗാർഡ് നമുക്കറിയാം, ദേവസ്വം ബോർഡിലെ ഏറ്റവും താഴ്ന്ന തസ്തികയിൽപ്പെട്ട ഒരാളാണ്. കഴിഞ്ഞ 30 വർഷത്തെ ദേവസ്വം ബോർഡിലെ ജോലിക്കിടയിൽ ഇയാൾ എത്താത്ത പദവികളില്ല. സാധാരണ ഗാർഡ് എന്നുള്ള ആ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇയാൾ ഒടുവിലെത്തിയത് ശബരിമലയിലെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള ശബരിമലയിലെ സന്നിധാനം എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലേക്കാണ്. ഇരുന്ന പദവികളിലെല്ലാം തന്നെ തൻ്റെ സാമ്പത്തിക നേട്ടം തന്നെയാണ് ഇയാളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഓരോന്നായി നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചങ്ങനാശ്ശേരി പെരുന്നയിലെ ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്താനായി എത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോയ ഒരു കാഴ്ച, ഈ പടുകൂറ്റൻ വീട് മുഴുവൻ തന്നെ ഇയാൾ വുഡ് പാനിങ് നടത്തിയിരുന്നത് തേക്ക് തടി കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. തേക്ക് തടിയുടെ വില നമുക്ക് നന്നായിട്ടറിയാം. ലക്ഷങ്ങൾ വില വരുന്നതാണ് തേക്കും തടി. 2 കോടി രൂപയെങ്കിലും ചെലവിട്ടാണ് ഇയാൾ ഈ വീട് പണിതത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് 2019, അതായത് ശബരിമലയിലെ സന്നിധാനത്തെ ഈ സ്വർണ്ണക്കൊള്ള തുടങ്ങിയതിന് ശേഷമാണ് ഇയാളുടെ വീട് പണി ആരംഭിച്ചത് എന്നും വെറും 1.5 വർഷം കൊണ്ട് തന്നെ ഈ കൂറ്റൻ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നുമാണ് പറയുന്നത്. ഈ തേക്കും തടി എവിടെ നിന്ന് കിട്ടി എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇയാൾ ദേവസ്വം ബോർഡിലെ ഉന്നത പദവിയിലിരിക്കെ തന്നെ കോട്ടയം ജില്ലയിലുള്ള തിരുനക്കര, ഏറ്റുമാനൂർ തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിലേക്ക് തേക്ക് തടി ആവശ്യമായി വന്നിരുന്നു. ഇതിന് ചുമതലയുണ്ടായിരുന്ന മുരാരി ബാബു കോട്ടയത്തെ ഫോറസ്റ്റ് വകുപ്പിൻ്റെ തന്നെ ഡിപ്പോയിൽ തടിക്കായി ബന്ധപ്പെടുന്നു. അവിടെ ആവശ്യത്തിന് തേക്കൻ തടി ഇല്ല എന്ന് മനസ്സിലാക്കിയ മുരാരി ബാബു ഫോറസ്റ്റ് അധികൃതരോട് പറഞ്ഞത് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് തേക്കൻ തടി വാങ്ങാനാണ്. അങ്ങനെ തേക്കൻ തടി വാങ്ങുന്നു. ഇതിൽ ചില അമ്പലങ്ങളിലേക്ക് എത്തിച്ച തേക്കൻ തടി പാഴ്ത്തടിയാണ് എന്ന് തെളിഞ്ഞിരുന്നു. ഇതിൻ്റെ പേരിൽ പിന്നീട് വലിയ വിവാദം ഉയർന്നിരുന്നുവെങ്കിലും അതെല്ലാം ഒതുക്കി തീർക്കാൻ മുരാരി ബാബുവിന് അസാമാന്യമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരുന്നു. ഈ കൊട്ടാര സദൃശ്യമായ സ്വന്തം വീട്ടിൽ ഇയാൾ പതിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ ഇത്തരത്തിൽ വാങ്ങിയ തേക്കൻ തടിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സ്വാഭാവികമായ ഒരു സംശയം. ഇയാളുടെ അത്ഭുതകരമായ വളർച്ചയ്ക്ക് പിന്നിൽ ഇയാൾ എല്ലാ ഘടകങ്ങളും പരമാവധി ഉപയോഗിച്ചിരുന്നു. എല്ലാ ഉന്നതരുമായി ഇയാൾ നല്ല ബന്ധം പുലർത്തിയിരുന്നു. നേരത്തെ ഇയാൾ കോൺഗ്രസ് സർക്കാരായിരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ യൂണിയനിലെ അംഗമായിരുന്നു. ആ യൂണിയന് അംഗീകാരം നഷ്ടപ്പെട്ടതോടുകൂടി പിന്നെ ഇടതുപക്ഷത്തെ യൂണിയനിൽ ചേരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖരുമായും അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. ഈയിടെ നടന്ന അയ്യപ്പ സംഗമത്തിൻ്റെ ക്രെഡിറ്റ് മന്ത്രിമാരായ വി എൻ വാസവനും ഗണേഷ് കുമാറും ഒക്കെ അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ശരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ചാലക ശക്തി ഈ മുരാരി ബാബു തന്നെയായിരുന്നു. ഇതിലൂടെ ഭരണ നേതൃത്വത്തെ തൃപ്തിപ്പെടുത്താനും അവരുടെ ഒരു സ്വന്തം ആളായി മാറാനും ഇയാൾക്ക് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നു. ഇയാൾക്കൊരു രഹസ്യ മോഹം കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനാവണം, പ്രസിഡന്റ് ആകണം എന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഇയാൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമായിട്ടാണോ ഇയാൾ പെരുന്നയിലുള്ള തൻ്റെ സ്വന്തം കരയോഗത്തിലെ NSS കരയോഗത്തിലെ വൈസ് പ്രസിഡൻ്റായി ശ്രമങ്ങൾ നടത്തി, ചരടുവലി നടത്തി ഈ പദവി ഏറ്റെടുത്തത്. കാരണം ഭാവിയിൽ ആര് ഭരിച്ചാലും, ഇടതുമുന്നണി അടുത്ത് ഭരിച്ചാലും UDF അടുത്ത് ഭരിച്ചാലും NSSന് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ശക്തമായ ഒരു സ്വാധീനം അവിടെ ഉണ്ട് എന്നറിയാവുന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം NSSൻ്റെ കെയർ ഓഫിൽ ഭാവിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകാനും മുരാരി ബാബു ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള കരുക്കൾ നീക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന വാസു നേരത്തെ അവിടെ കമ്മീഷണറായിരുന്നതുപോലെ ശബരിമലയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന തനിക്കും ഇത്തരത്തിലൊരു പ്രസിഡന്റ് ആകാം എന്ന് ഇയാൾ മോഹിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നമുക്കിനി ഇയാളുടെ മറ്റു ചില തട്ടിപ്പുകൾ നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആനക്കൊള്ള എന്ന വാർത്ത. വൈക്കം, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആന എഴുന്നള്ളത്തിനായി നിരവധി സ്പോൺസർമാർ എത്താറുണ്ട്. അവർ പണം നൽകിയാണ് ഈ ആനകളെ എത്തിക്കുന്നത്. വൈക്കത്ത് 83 ആനകളെയും ഏറ്റുമാനൂരിലും തിരുനക്കരയിലും 58 മുതൽ 60 ആനകളെയുമാണ് ഇതിന് ആവശ്യമായി വരുന്നത്. ഓരോ സ്പോൺസർമാരിൽ നിന്നും ഓരോ ആനയുടെ പേര് പറഞ്ഞാണ് പണം വാങ്ങുന്നത്. പലപ്പോഴും രസീത് പോലും കൊടുക്കാറില്ല. ഈ ആന ഉടമകളുമായും മുരാരി ബാബുവിന് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ
ഒരൊറ്റ ആന മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ദേവസ്വം ബോർഡിന് ആവശ്യത്തിന് ആനയില്ലാത്തപ്പോൾ പുറത്തുനിന്ന് വാടകയ്ക്ക് എടുക്കാറുണ്ട്. ഇത്തരത്തിൽ വാടകയ്ക്ക് എടുക്കുന്ന ആന ഉടമകളുമായുള്ള ഒരു തട്ടിപ്പ് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ ആനയെ വെച്ചുകൊണ്ട് ഈ എല്ലാ സ്പോൺസർമാരും, ഈ സ്പോൺസർമാർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഇത് ഏത് ആനയാണ് എന്നുള്ളത്. അവരിൽ നിന്ന് 15,000 രൂപ വീതം വാങ്ങിയിട്ട് അവിടെ ഈ ആന എഴുന്നള്ളിപ്പ് നടത്തുമ്പോൾ ലക്ഷങ്ങളാണ് ഓരോ സമയത്തും ഇയാളുടെ ശിങ്കിടികളുടെയും പോക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ആനയെ വെച്ച് പോലും തട്ടിപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ഏറ്റുമാനൂരും വൈക്കവും തിരുനക്കരയും ഒക്കെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രങ്ങളാണ്. ഇയാൾ നേരത്തെ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ അവിടെയൊക്കെ നടത്തിയ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ്. ആനയെ ഉപയോഗിച്ച്, തേക്കും തടി ഉപയോഗിച്ച്, അങ്ങനെ എല്ലാം തൻ്റെ നേട്ടങ്ങൾക്കായി ഇയാൾ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചിരുന്നു. നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ട്രേഡ് യൂണിയൻ്റെയും കൂടെ ഭാഗമായി മാറിയതോടെ ആ രീതിയിലും ഇയാൾക്ക് സർക്കാരിലും മറ്റും സ്വാധീനമുണ്ടായി. എപ്പോഴും VVIPകൾ ശബരിമല സന്നിധാനത്ത് എത്തുമ്പോഴൊക്കെ തന്നെ മുരാരി ബാബുവിൻ്റെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടായിരിക്കുമായിരുന്നു. എല്ലാവരുമായി, പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായും ഉന്നത IAS ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ നല്ല ബന്ധം സ്ഥാപിച്ചെടുത്ത, തൻ്റെ PR സ്വന്തമായി തന്നെ ഭംഗിയായി നിർവഹിച്ച മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള വഴി വളരെ എളുപ്പമായിരുന്നു. ഇത്രയും വലിയൊരു കൊട്ടാരം പോലത്തെ വീട് വയ്ക്കാനും ആവശ്യത്തിലധികം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ഇയാൾക്ക് പിന്നിൽ മറ്റാരൊക്കെയോ സഹായം നൽകിയിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അപ്പോഴും അവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, അവരുടെ പേരുകൾ ഇയാൾ വെളിപ്പെടുത്തുമോ എന്നുള്ളത്. ഇടത് സർക്കാരുമായി NSS നേതൃത്വം ഈയിടെ വളരെ അടുപ്പം പുലർത്തിയതും ഒരുപക്ഷെ മുരാരി ബാബുവിന് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. തനിക്ക് ഇനിയും തൻ്റെ ഈ കൊള്ളയുമായി മുന്നോട്ട് പോകാമെന്നും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പദവി കൂടി കൈക്കലാക്കി അങ്ങനെ അതുവഴിയും കോടികൾ സമ്പാദിക്കാം എന്നും തന്നെയായിരിക്കാം ഇയാൾ കണക്ക് കൂട്ടിയിരുന്നത്. ഏതായാലും മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ നമുക്ക് അവിശ്വസനീയമായി തോന്നിയിരുന്നു. കാരണം ഇയാളെ ആർക്ക് തൊടാൻ കഴിയുകയില്ല എന്ന് തന്നെയായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത്. മാത്രവുമല്ല മുരാരി ബാബു ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചിരുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇയാൾക്ക് പിന്നിൽ അതിശക്തരായ ആളുകൾ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. ഏതായാലും ഹൈക്കോടതിയുടെ കൂടി ശക്തമായ ഇടപെടലിലാണ് മുരാരി ബാബുവിന് ഒടുവിൽ നിയമത്തിന് മുന്നിൽ എത്തേണ്ടി വന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കമഴ്ന്നു വീണാൽ കാൽപ്പണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ സാമുദായിക സംഘടനകളെ ഉപയോഗിച്ചും ഉന്നതന്മാരുടെ സേവ പിടിച്ചുമൊക്കെ വലിയ പദവിയിലെത്തിയ, കോടികൾ സമ്പാദിച്ച എത്രയോ പേർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരെ പോലെ തനിക്കൊരാളാകണം, തനിക്ക് ഒരു ഉന്നതനാകണം, പണമുണ്ടാക്കണം, വലിയ കോടീശ്വരനായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരിക്കാം മുരാരി ബാബുവിനും വെറും ഒരു ഗാർഡായി ജോലിക്ക് കയറിയ ഇയാളുടെ ഈ ഔദ്യോഗികമായ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള ആ മോഹം എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. ഒപ്പം ഇയാൾക്ക് സഹായം നൽകിയവരാരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ രണ്ട് മുന്നണിയിലെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അതിൽ കാണും എന്നുള്ളത് ഉറപ്പാണ്. മുരാരി ബാബുവിനെ ഒരുപക്ഷെ അയാളെ ഭയപ്പെടുന്നവർ പോലും ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒരുപാട് പേരുടെ രഹസ്യങ്ങൾ ഇയാൾക്ക് അറിയാമായിരിക്കും. ഇയാൾ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഉള്ളതിൽ പങ്ക് പ്രധാനപ്പെട്ട ദിവ്യന്മാർക്കെല്ലാം ഇയാൾ കൊടുത്തു കാണുമായിരിക്കും. ആത്യന്തികമായി ഇയാൾ ചതിച്ചത് ദൈവങ്ങളെയും അവരെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെയുമാണ്. ഇത്തരം മുരാരി ബാബുമാർ ഇന്നും നമ്മുടെ നാട്ടിലെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പൈസ തട്ടിക്കുന്നവർ നിരവധി പേരാണ്. ഏതായാലും ഈ മുരാരി ബാബുവിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് നേരത്തെ ദേവസ്വം ബോർഡിൽ ഉന്നത പദവി വഹിച്ചിരുന്ന പലരും എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും ആനയുടെ പേരിലും തേക്കൻതിടിയുടെ പേരിലും എല്ലാം പൈസ തട്ടിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ അമൂല്യമായ നിധികളൊക്കെ തന്നെ ഏതെല്ലാം എടുത്ത് ഇയാൾ ഇത്തരത്തിൽ മറച്ചു വിറ്റ് കാണും എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ പൊതുജന സമൂഹത്തിൽ ഉയരുന്നുണ്ട്. മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഇയാൾ നേരത്തെ ജോലി ചെയ്തിരുന്ന അമ്പലങ്ങളുള്ള മേഖലയിൽ നിന്ന് പല ആളുകളും ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ഇയാൾ പല തട്ടിപ്പുകളും നടത്തുകയായി, ഇപ്പോൾ അവർക്കും സംശയം തോന്നുന്നു എന്ന്. ഏതായാലും അതൊക്കെ തന്നെ സത്യമായിരിക്കാം. കാരണം മുരാരി ബാബു ഒരു ചെറിയ ആളല്ല. കുടിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എന്ന് പറയുന്ന പോലെ സാധാരണ വീട്ടിൽ ജനിച്ച് അനധികൃതമായ വഴിയിലൂടെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കാശ് സമ്പാദിച്ച ഇയാൾ ഏതായാലും ആത്യന്തികമായി ഇപ്പോൾ കാരാഗൃഹത്തിനുള്ളിലാണ് എന്നുള്ളതാണ് കേരളത്തിലെ വിശ്വാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യം.